വി അൻവർ ലക്ഷ്യം വെക്കുന്നത് ആരെ? മുഖ്യമന്ത്രിക്ക് നേരെ പരോക്ഷമായി ചിലതൊക്കെ പറയുന്നുണ്ടോ? പ്രത്യക്ഷമായി മുഖ്യമന്ത്രിക്ക് നേരെ അല്ലെങ്കിൽ പോലും പരോക്ഷമായി ഉന്നം വയ്ക്കുന്നതാരെ? പിന്നിൽ ഏത് പവർ ടീം? ഏതായാലും ഓരോ ആരോപണവും വലിയ ചോദ്യങ്ങളായി മാറുകയാണ്. വി അൻവറിന്റെ ആരോപണങ്ങൾ മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെച്ചുള്ളതാണെന്നാണ് വിവിധ കോണുകളിൽ നിന്നും ഉയർന്ന വിമർശനം. പ്രത്യക്ഷത്തിൽ ADGP അജിത് കുമാറിനും പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കുമെതിരെയാണ് ആരോപണം എന്ന് തോന്നാമെങ്കിലും മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെച്ചുള്ളതാണ് ഓരോ ആരോപണവും എന്ന് വ്യക്തമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു ചുക്കും നടക്കില്ല എന്ന കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന കൂടിയായപ്പോൾ അൻവർ ലക്ഷ്യം വെക്കുന്നത് പിണറായി വിജയനെ തന്നെയാണെന്ന് വ്യക്തമായി. ആദ്യ ദിവസങ്ങളിലെ ആരോപണങ്ങളിൽ തന്നെ മുഖ്യമന്ത്രി 29 വകുപ്പുകൾ കൈയടക്കി വച്ചിരിക്കുന്നത് അൻവർ പരോക്ഷമായെങ്കിലും ഉന്നയിച്ചിട്ടുണ്ട്. ഇത്രയും വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ആൾക്ക് എങ്ങനെ വകുപ്പിലെ കാര്യങ്ങൾ അറിയാനും നിയന്ത്രിക്കാനും കഴിയുമെന്ന ചോദ്യമല്ലേ അൻവർ ഉയർത്തിയത് എന്നാണ് ഇപ്പോഴത്തെ ചർച്ച. ഇടയ്ക്കിടെ മുഖ്യമന്ത്രി അച്ഛനെ പോലെയാണ് എന്ന പല്ലവി അദ്ദേഹം ആവർത്തിക്കുന്നുണ്ടെങ്കിലും വിമർശന ശരം മുഖ്യന്റെ നേർക്ക് നീളുമെന്ന അറിവോടെ തന്നെയാണ് ആരോപണം കടുപ്പിക്കുന്നതും എന്നുള്ള ചർച്ചകളുമുണ്ട്. വിമർശനങ്ങളുടെ മുന മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെയല്ല എന്ന തോന്നൽ ഉണ്ടാകുമ്പോൾ അത് തിരിച്ച് പിണറായിക്ക് നേരെയാക്കുന്ന ജോലിയും അൻവർ ഇടയ്ക്കിടെ വെളിപ്പെടുത്തൽ വഴി ചെയ്യുന്നുണ്ടോ എന്നാണ് ഇപ്പോഴത്തെ ചർച്ചകൾ. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്ക് നൽകുന്ന പരാതികൾ മാധ്യമങ്ങളോട് വെളിപ്പെടുത്താതെ ഒരു ചുക്കും നടക്കില്ല എന്ന് അൻവർ തുറന്നടിച്ചതും ചോദ്യമായി മാറിയിട്ടുണ്ട് പിണറായി വിജയന്. അതേസമയം ആരോപണങ്ങളും പരാതിയും ഭരണതലത്തിൽ നടപടിയെടുക്കേണ്ട വിഷയമാണെന്ന് പറഞ്ഞ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തലയ്ക്ക് മുകളിൽ തന്നെ കൊണ്ടുചെന്ന് വച്ചു. അതേസമയം സെക്രട്ടേറിയറ്റ് LDF കൺവീനർ സ്ഥാനത്ത് നിന്നും മാറ്റിയ EP ജയരാജനും മൗനത്തിലാണ്. മുതിർന്ന നേതാക്കളെയെല്ലാം വെട്ടിലാക്കിയ പിണറായി വിജയൻ ഇപ്പോൾ പാർട്ടിയിൽ ഒറ്റപ്പെട്ട അവസ്ഥയിലും. വി അൻവറിന്റെ പിന്നിൽ CPM-ലെ ചിലരാണെന്നായിരുന്നു ലീഗ് നേതാവ് MK മുനീർ പ്രതികരിച്ചത്. ഗുരുതരമായ കൊള്ളയും സംഘപരിവാർ ബന്ധവും വെളിച്ചത്ത് വരുമ്പോൾ LDF ഘടകകക്ഷികൾക്ക് പ്രതികരിക്കാൻ ബാധ്യതയുണ്ടെന്നും മുനീർ ഓർമ്മിപ്പിച്ചിരുന്നു. ഇടതുപക്ഷത്തിന്റെ ചിലവിൽ സംഘപരിവാർ CPM ചർച്ചകൾ അംഗീകരിക്കാൻ കഴിയില്ലെന്ന CPI നേതാക്കൾ നിലപാടെടുത്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഘടകകക്ഷികൾ ശക്തമായ നിലപാടുമായി രംഗത്ത് വരാനും ഭരണത്തിന്റെ മറവിൽ നടക്കുന്ന കൊള്ളരുതായ്മയ്ക്കെതിരെ ശബ്ദമുയർത്താനും മടിക്കുന്നു എന്നും ചില വിമർശനങ്ങളുമുണ്ട്. ഇടതുപക്ഷത്തെ തന്നെ ഉന്നത നേതാക്കളാണ് അൻവർ ജലീൽ എന്ന സ്വതന്ത്ര MLA-മാരെ മുൻനിർത്തി ആരോപണം ഉന്നയിക്കുന്നതെങ്കിൽ അവരൊക്കെ സ്വന്തം നട്ടലിന്റെ ഉറപ്പ് പരിശോധിക്കേണ്ട സമയം അതിക്രമിച്ചു എന്നുള്ള വിമർശനങ്ങളുമുണ്ട്. അതേസമയം മുഹമ്മദ് റിയാസ് പിണറായിക്ക് നേരെയാണ് ആരോപണം ഉന്നയിക്കുന്നത് എന്ന് പ്രതികരിച്ച് രംഗത്തെത്തിയിരുന്നു. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിനെക്കുറിച്ചുള്ള അന്വേഷണം പ്രഖ്യാപനത്തിൽ ഒതുക്കി സർക്കാരിന്റെ കള്ളക്കളി എന്നുള്ള വിമർശനങ്ങളുമായി മാധ്യമങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഒരാഴ്ച കൊണ്ട് പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണം ഇതുവരെ പൂർത്തിയായില്ല. ADGP MR അജിത് കുമാറിനാണ് അന്വേഷണ ചുമതല. അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ള CPI നേതാക്കൾ ആവശ്യപ്പെടുമ്പോഴും അന്വേഷണം പൂർത്തിയായില്ലെന്ന വിവരം സർക്കാർ മറച്ചുവെച്ചുവെന്ന ആക്ഷേപമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊടുമ്പിരി കൊണ്ടിരിക്കെ LDF-ന് തിരിച്ചടിയായ വിവാദത്തിൽ നിന്ന് തലയൂരാൻ മുഖ്യമന്ത്രി നടപടി പ്രഖ്യാപിച്ചു. ആരോപണ വിധേയനായ തൃശൂർ കമ്മീഷണറെ മാറ്റുമെന്നും പോലീസിനെതിരായ പരാതികൾ അന്വേഷിക്കാൻ DGP-യോട് നിർദ്ദേശിച്ചെന്നുമായിരുന്നു മുഖ്യമന്ത്രി ഏപ്രിൽ 21 ഇറക്കിയ അറിയിപ്പ്. ഒരാഴ്ചയ്ക്കകം അന്വേഷണം പൂർത്തിയാക്കണമെന്നും നിർദ്ദേശമുണ്ടായിരുന്നു. പക്ഷേ 4.5 മാസം കഴിഞ്ഞു. അജിത് കുമാർ റിപ്പോർട്ട് DGP-ക്ക് നൽകിയിട്ടില്ല. അന്വേഷണം എന്തായെന്ന് പിന്നീട് മുഖ്യമന്ത്രിയും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നാണ് ആക്ഷേപം. നടക്കാത്ത അന്വേഷണം, ഇല്ലാത്ത റിപ്പോർട്ട് അത് പുറത്തുവിടണമെന്നാണ് ബിനോയ് വിശ്വവും VS സുനിൽകുമാറും അടക്കമുള്ള CPI നേതാക്കൾ ആവശ്യപ്പെടുന്നത് എന്നാണ് ഒരു കോണിൽ നിന്നും ഉയരുന്ന ചർച്ചകൾ. അവരുടെ ആവശ്യത്തിന് മുഖ്യമന്ത്രി വില കൊടുത്തില്ലെന്ന് മാത്രമല്ല, അങ്ങനെയൊരു റിപ്പോർട്ട് ആയിട്ടില്ലെന്ന് പറയാനുള്ള മാന്യത പോലും മുന്നണിയിലെ പ്രധാന കക്ഷിയോട് മുഖ്യമന്ത്രി കാണിച്ചിട്ടില്ല. തൃശൂർ കമ്മീഷണറെ മാറ്റുമെന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ മറ്റൊരു ഉറപ്പ്. പ്രഖ്യാപനം കഴിഞ്ഞ് 1.5 മാസത്തിനു ശേഷം മാറ്റി. പക്ഷെ അധികം വൈകാതെ ടെക്നിക്കൽ ഇന്റലിജൻസ് SPI നിയമനം നൽകിയതിനാൽ ശിക്ഷാ നടപടിയായി കാണാനാകില്ല. ചുരുക്കത്തിൽ സർക്കാരിന് വലിയ തിരിച്ചടി ഉണ്ടാക്കുകയും തൃശൂരിൽ BJP ജയിക്കുകയും ചെയ്തിട്ടും പൂരത്തിലെ വീഴ്ചയെക്കുറിച്ച് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണം പോലും പൂർത്തിയാക്കിയുമില്ല. ഒരാൾക്കെതിരെ പോലും നടപടിയും ഉണ്ടായില്ല. അവിടെയാണ് ചില കൂടിക്കാഴ്ചകളിലൊക്കെ ദുരൂഹതകളേറുന്നത് എന്നാണ് മാധ്യമങ്ങളുടെ ചർച്ചകൾ.